ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ കോടനാട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മളെ ഇതിന്റെ എൻട്രൻസിലാണ്. നമുക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് നല്ലോണം തിരക്കുകളൊക്കെ ഉണ്ട്. കണ്ടോ, നമ്മൾ കാണുന്നില്ല. ബസ് വന്ന് തിരിഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. കോട നിറഞ്ഞ് താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ വ്യൂ എന്ന് പറയുന്നത്. കാണാൻ അതിമനോഹരമായിരുന്നു. പക്ഷെ മുകളിൽ പോയിട്ടാണ് ഇതിന്റെ ഫുൾ വ്യൂ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്കതിൽ കയറാം. എന്തായാലും തിരക്ക് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് കയറാം. എന്നാലും നമുക്ക് അവിടെ കുറച്ച് കാര്യമായിട്ട് നടക്കാനും എടുക്കാനും ഒക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതിന് മുകളിലേക്ക് പോകും. ഇത് നമ്മൾ ഇതിന് ഏറ്റവും ടോപ്പിൽ നമുക്ക് ഇതിന്റെ വ്യൂസ് കറക്റ്റ് ആയിട്ട് കണ്ടിട്ട് കഴിയും. നമുക്കിതിന് മുകളിലേക്ക് കയറും. ടോപ്പ് വ്യൂ പറയുന്നത് സെറ്റ് ആയിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് നമുക്കറിയില്ല. എന്നാലും കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ക്ലൈമറ്റ് അടിപൊളിയാണ്. കോട വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. അത്യാവശ്യം ക്യാപ്പ് കാര്യങ്ങള് പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടുന്നു കേട്ടോ. ഫാൻസി ഐറ്റംസ് അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അത് വാങ്ങുന്നവരുണ്ട്. വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? നോക്ക്, വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ടോ? സൂം ചെയ്താ കാണുന്നുണ്ടോ? അകത്ത് കയറ്. അകത്ത് കയറ്. ഹലോ സിയാൻസ്, ഗിരീഷ്. ഇതാണ് കേസ്, ബൈനോക്കുലർ ആണ്. ഇതിലുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ എൻ്റെ വരെയുള്ള ഇതും കിട്ടും. ഇത് ജസ്റ്റ് 5 രൂപയാണ് പെർ പേഴ്സൺ. നമുക്കിത് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ലച്ചു അതിനകത്തൂടെ നോക്കുന്നുണ്ട്. എന്താണ് അവൾക്ക് കാണുന്നത് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് കാണുള്ളൂ. പക്ഷെ ഇത് എത്രത്തോളം കറക്റ്റാണെന്നൊന്നും അറിയില്ല. ലച്ചു കാണുന്നുണ്ടോ? ലച്ചു അതൊരു പരീക്ഷണം. ഇനി ഇവിടെ ജസ്റ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുന്നതാണ്. എല്ലാവരും ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വന്ന് പോകുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അതിമനോഹരമായ വ്യൂ ആണ് കാണുന്നത്. പ്രത്യേകിച്ച് കാലാവസ്ഥ ഒരു രക്ഷയുമില്ല. നൈസാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഇത് അളിയൻസ് ആൻഡ് പെങ്ങൾ.
വെള്ളച്ചാട്ടം വളരെ ഫോഴ്സിലുള്ളതാണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ ഒരു ചെറുതായിട്ടേ കാണുന്നുള്ളൂ. പക്ഷെ കണ്ണിൽ നോക്കുമ്പോൾ നന്നായിട്ടുണ്ട്. ക്യാമറയിൽ അത്രത്തോളം ഭംഗിയുണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ഈ പരിപാടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇതിന്റെ കൂടുതൽ കാഴ്ചകൾ താഴെയാണ്. താഴെ ഒരുപാട് കാണാൻ പറ്റും. ഒന്ന് താഴെ പോയി നോക്കാം. ഇതിൽ നമ്മൾ കുറച്ചുകൂടെ താഴെ പോകാണ്. താഴെ കുറച്ചുകൂടെ അവർ നമുക്ക് കാണാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നന്നായിരിക്കും എന്നുള്ളത് താഴെ നോക്കി പറയാം. ഭവി നോക്കി നടക്കൂ. എങ്ങനെയുണ്ട് തണുപ്പ്? എങ്ങനെയുണ്ട് ഭവി? ഗൈസ്, ഇതാണ് താഴത്തുള്ള വ്യൂ. അത്യാവശ്യം നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോ ഇതിന് മാത്രം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് കുട്ടികളും കൂടുതൽ നിറയെ ആൾക്കാർ. അപ്പൊ നമുക്ക് ആദ്യം ടോപ്പിൽ പോയി നോക്കാം അല്ലേ? അതെ, നമുക്ക് നേരെ ഡയറക്റ്റ് കാണുന്ന ഈ ടോപ്പ് വ്യൂയിലേക്ക് തന്നെ പോവാം. ഓരോ ഭാഗത്തെ വ്യൂ കാണാൻ വേണ്ടി ഇവര് പ്രത്യേകം ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ജനങ്ങളുണ്ട്. നേരത്തെ വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വെക്കേഷനും ഇവിടെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇതിനെ മേലെ വരുമ്പോ ഇതാണ് അവസ്ഥ. എങ്ങനെയുണ്ട് പോയി? അതെ, നല്ല കാറ്റും നല്ല തണുപ്പ്. കോട കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാ ഭാഗത്തും ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം. നല്ല ക്ലൈമറ്റ് ആണ്. ഡിസംബർ മാസം കൂടി ആയതുകൊണ്ടാണ് അല്ലേ? അതെ, ഡിസംബറിലെ തണുപ്പ് ആസ്വദിക്കണം. ഹലോ ഗൈസ്, നമ്മളെ താഴെ ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മുടെ ടീംസാണ്. അലിയൻസ് ആൻഡ് ഫ്രണ്ട്സ്. അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങളൊരു ഫാമിലി ട്രിപ്പായിട്ട് വന്നിരിക്കുന്നതാണ്. എവിടെ മഴ ബേബി ഉറങ്ങിയോ? എന്നാ നമ്മുടെ മഴ ബേബിയാണ്. മഴ ബേബി ഉറങ്ങി. കഹൻ, ഇത് അലിയൻസ്. ഇത് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്. അതെ, ഞങ്ങൾ ഇന്നലെ വന്നതാണ് ഇവിടെ. ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു. ഇന്ന് കാലത്ത് ഇപ്പൊ സമയം എന്തായി? 1 മണിയാണ്. പക്ഷെ ഇവിടെ നല്ല തണുപ്പാണ്. അതിലുപരി ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ, കൂടുതലും മലയാളികളാണ്. പിന്നെ പല സംസ്ഥാനത്തു നിന്നുള്ള ആളുകളും ഉണ്ട്. കർണാടക, പോണ്ടിച്ചേരി, അങ്ങനെ പല ആളുകളും ഈ ക്ലൈമറ്റ് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാ ഞങ്ങളെ ടീമിന്റെ ഫോട്ടോഷൂട്ടാണ്. നോക്കുന്നു, ഇങ്ങോട്ട് നോക്കൂ. നടന്നോ? ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോ ഇതാണ് വ്യൂ. അതെ, എല്ലാവരും ഫോട്ടോസിന്റെ തിരക്കാണ്. അഭി എങ്ങോട്ടാണ്? വീഴരുത്, നോക്കി നടക്കണേ. ലച്ചു, ഒരു ഹായ് പറഞ്ഞേ. എങ്ങനെയുണ്ട് ലച്ചു? തണുപ്പുണ്ടോ? അതെ, ഇവര് മാറിയിട്ട് വേണം അവിടുത്തെ വ്യൂ ഒന്ന് നമുക്ക് നോക്കാൻ. പക്ഷെ നൈസാണ്. ഇതാണ് വ്യൂ. വീഡിയോയിൽ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? വീഡിയോ നോക്കുമ്പോ അതൊരു പ്രത്യേക തരല്ലേ? അതെ,
വെള്ള എന്ന് വെച്ചാൽ ചുറ്റുഭാഗവും പച്ച കളറിൽ അതിന്റെ നടുവിലൂടെ വൈറ്റ് അല്ലേ? അതെ, വെള്ളം നല്ല ഫ്ലോയും ഉണ്ട്. ഗായ്സ് ഇതാണ് നമ്മള് ഫ്ലോയിലാണ് വെള്ളം. എന്താ ലച്ചു പറയൂ. ടെലിസ്കോപ്പില് നോക്കിയാൽ ഇതാണ് നമുക്ക് കാണുക. ഇതാണ് കണ്ടത്. നോക്കുമ്പോ ഇതിന്റെ ഒരു വ്യൂ ആണ് കറക്റ്റ് ആയിട്ട് കാണുക. എല്ലാ ഭാഗത്തും കാണാൻ പറ്റും. പവിയാണെങ്കിൽ നോക്കത്താത്ത ദൂരത്ത് കണ്ണം നട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ദാസപ്പൻ ഇവിടെ മൊത്തം കാലാവസ്ഥ ആസ്വദിക്കുന്നവരും. ലച്ചു ഡാൻസോ എങ്ങനെ ഷോട്ട് ടീംസ് ഞങ്ങൾ എത്രയും പേരാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ജില്ലു. ഹായ്. ഇത് നമ്മുടെ ദാസ്. മഴ ഭാവി എന്താ ഒന്നും പറയുന്നില്ല. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ടേക്ക്